സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 167 ആയത്തിൽ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത്. ഹസറാത്തിൻ അലൈഹിം എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്ത് എന്നത് വിശദീകരിച്ച് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അവർക്ക് ഖേദവും നഷ്ടവും അവശവുമായി കാണിക്കപ്പെടുന്ന അറിയിക്കപ്പെടുന്ന അമലുകൾ യുരീഹിമുല്ലാഹു അഅമാലഹും എന്നിടത്ത് പറയപ്പെട്ട അമലുകൾ ഏത് എന്നുള്ളതാണ്. പ്രസ്തുത അമലുകൾ പല നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്തിൻ്റെ ശൈലിയിൽ നിന്ന് നന്നേ പ്രകടമായിട്ടുള്ളത് ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന, ഒരു മടക്കത്തിന് അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും അകലുകയും പറഞ്ഞൊഴിയുകയും ചെയ്യാമായിരുന്നു എന്ന് അനുയായികൾ പരലോകോടതിയിൽ പറയുമല്ലോ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മടക്കം ഇല്ല, ഒരവസരവുമില്ല. അത് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും സങ്കടവുമാണ് ഇവിടെ ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല എന്ന് ഉറപ്പാകുമ്പോൾ എന്നാൽ ഇവിടെ വച്ച് തങ്ങൾക്ക് നന്നാകാനും ഒരവസരം സൃഷ്ടിക്കുവാനും സാധിക്കുമോ? അതിനും വയ്യ. അപ്പോൾ ഉണ്ടാകുന്ന സങ്കടം, വിഷമം, അതാണിവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇമാം സുദ്ദി പറഞ്ഞത് അത്താഅത്ത് ലിമ ദയ്യഊഹ, തങ്ങൾ നഷ്ടപ്പെടുത്തിയ പാഴാക്കിയ പുണ്യപ്രവൃത്തികൾ അതാണ് അവർക്ക് സങ്കടമായി വലിയ വിഷമമായി കാണിക്കപ്പെടുക, അറിയിക്കപ്പെടുക എന്നാണ്. റബീ ഇബ്നു ഹുസൈമും അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ബിൻ അസ്ലമും പറഞ്ഞത് അവരുടെ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, നീചപ്രവൃത്തികൾ അതവിടെ കാണപ്പെടുമ്പോൾ എന്തിനത് ചെയ്തു കൂട്ടി എന്നോർത്ത് അവർ ഖേദിക്കും, സങ്കടപ്പെടും എന്നാണ്. ഹാത്തിമുൽ അസം പറഞ്ഞത് അവർ ചെയ്ത ചില പുണ്യപ്രവൃത്തികളും സൽ സംരംഭങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലം പരലോകോടതിയിലെത്തുമ്പോൾ അവരുടെ കുഫറിനാൽ നിഷ്ഫലമാകും, അസാധുവാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നാം അതിനെ വിതറപ്പെട്ട ധൂളികളാക്കുമെന്ന്. അപ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം, സങ്കടം, അതാണിവിടെ ഉദ്ദേശം എന്നാണ്. സ്വർഗം അവർക്ക് കാണിക്കപ്പെടും. സ്വർഗത്തിലേക്ക് അവർ നോക്കും. സ്വർഗത്തിൽ അവർക്കുള്ള ഭവനങ്ങളിലേക്കും അവർ അള്ളാഹുവിന് വഴിപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും, പക്ഷേ അവരുടേത് അവർക്ക് വിലങ്ങുകയും സ്വർഗാർഹരായവർക്ക് അത് വീതം വെക്കുകയും ചെയ്യുമ്പോൾ അത് നിഷേധിക്കപ്പെട്ടവർക്കുള്ള വിഷമവും സങ്കടവുമാണ് ഇവിടെ ഉദ്ദേശം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. നേതാക്കന്മാർക്കും നായകന്മാർക്കും അവർ സമർപ്പിച്ചിരുന്നതായ അമലുകൾ നേതാക്കന്മാർ അവരെ വിട്ടൊഴിയുമ്പോൾ, അകലുമ്പോൾ, അവരിൽ നിന്ന് നിരുത്തരവാദികളാകുമ്പോൾ അവർക്ക് ചെയ്തിരുന്ന അമലുകളുടെ പേരിൽ അനുഭവിക്കുന്ന സങ്കടവും വിഷമവുമാണ് ഇവിടെ ഉദ്ദേശം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആരാധ്യന്മാരെ അള്ളാഹുവിൽ പങ്കുചേർത്തവർ പുണ്യം പ്രതീക്ഷിച്ചാണ് അവർ ഇത് ചെയ്തത്. പക്ഷേ അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന വിഷമം, സങ്കടം, അതാണ് ഇവിടെ ഉദ്ദേശം എന്നും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്.